അയ്യോ ക്യാറ്റ് പോയി. കൊണ്ട് ക്യാറ്റിനെ കാണുമായിരുന്നു. അയ്യേ വായിലൊക്കെ എന്തോന്ന് ചിക്കനോ? ഹലോ എന്ന് പറഞ്ഞേ പറ. ഹലോ എവ്രി വൺ പറ. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പറയടാ. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമുക്ക് എന്തോന്നുണ്ടാക്കാം, എന്തോ കുക്ക് ചെയ്യാം. നമുക്കിന്ന് കുക്കിംഗ് വ്ലോഗ് ചെയ്താലോ? ഓക്കെ. എന്ത് കുക്ക് ചെയ്യാം നമുക്കിന്ന്? ബിരിയാണി വെച്ചാലോ? എന്ത് വെക്കാം? കാക്ക ബിരിയാണിയോ? പറ, എന്ത് ബിരിയാണി വെക്കാം നമുക്ക്? ഇവിടെ ഫേവറേറ്റ് എന്താണ്? ചിക്കൻ ബിരിയാണി വെച്ചാലോ? ചിക്കൻ ബിരിയാണി ബോൾ വേണം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങളപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ്. എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ പൊരിച്ച ചിക്കൻ ബിരിയാണി. അങ്ങനെ പറയാം പൊരിച്ച ചിക്കൻ ബിരിയാണി. ഇത് അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. അമ്മ ഞങ്ങളെ ഫ്രണ്ട്സൊക്കെ എൻ്റെ വീട്ടിൽ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന, വളരെ കുറച്ച് സമയം കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ബിരിയാണിയാണ്. ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യുന്നതെന്നല്ല കേട്ടോ. ഞങ്ങൾ ബിരിയാണി വെക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വ്ളോഗായിട്ട് ചെയ്യാമെന്ന്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓണിയൻസ്, ഇത് നമുക്ക് വഴറ്റാനുള്ളത് തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് കരിവേപ്പില, പിന്നെ ആവശ്യത്തിന് മല്ലിയില പുതിനയില എടുത്തോളണം. നമ്മളിപ്പോൾ എടുത്തിരിക്കണ ഇവിടെ 1 കിലോ ചിക്കനാണ്. അതിന് ഏകദേശം ഒരു ഫുള്ള് വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഇഞ്ചിയും, അതിൻ്റെ പകുതി അരച്ചത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആഡ് ചെയ്തു. പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇത് ഇത്രയും ചേർത്താണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്നത്. പൊടികൾ ഇത് ഇത്രയാണ് കേട്ടോ. മല്ലിപ്പൊടി അപ്പോൾ ഒരു ടീസ്പൂണൊക്കെ ചേർത്തായിരുന്നു അമ്മ. പിന്നെ മുളക് പൊടി ഒരു 2.5 ടീസ്പൂൺ ആണ് ചേർത്തത്. പിന്നെ ആവശ്യാനുസരണം ഉപ്പ് ചേർത്തോളണം. ഉപ്പിൻ്റെ കണക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ, അപ്പോൾ അതിന് ഇഷ്ടമുള്ള രീതിക്കുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഗരം മസാലയാണ് ചേർത്തത്. ഞങ്ങളൊരു പകുതി ടീസ്പൂൺ ഗരം മസാല ചേർത്തു. ടേസ്റ്റ് ഗരം മസാലയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. പക്ഷേ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം ഗരം മസാല ഇട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക മണവും ടേസ്റ്റും ഒക്കെ വരും. പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ തൈര് ചേർത്തു. പിന്നെ ഒരു ലെമണിൻ്റെ പകുതി മുറിച്ച് അതും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് ഇത്രയും ചേർത്താണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോണേ. ഒരു മണിക്കൂർ ഫുള്ളും നല്ലോണം ഇളക്കി മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. മൊത്തത്തിൽ അപ്പോൾ നമ്മൾ എത്ര സ്പൂൺ മുളക് പൊടി ഇട്ട്? 2.5 സ്പൂൺ. വലിയ അപ്പോൾ കറക്റ്റാവോ? ഇത് കാശ്മീരി അല്ല, സാധാ മുളക് പൊടിയല്ലേ? ഇത് വേണം. വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ഇത്
ഫ്രൈ ചെയ്തെടുക്കാനുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചട്ടി. അപ്പം നമുക്ക് അരി തിളപ്പിക്കാനുള്ള വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പെരിഞ്ചീരകം, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പിന്നെ അമ്മ കുറച്ച് മുളകും കൂടെ ചേർക്കും. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. അരി ഞങ്ങൾ ഓൾറെഡി ഒരു മണിക്കൂറോളം കഴുകി കുതിർക്കാൻ വച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം വെള്ളം തിളച്ച് കഴിയുമ്പം അരി അതിലേക്ക് ഇടണം. അപ്പോഴേക്ക് ഞാൻ പിന്നെ നട്ട്സും നമ്മുടെ മുന്തിരിയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്ത് കോരി മാറ്റി വെച്ചു. ഫ്രൈ ചെയ്തോ. ഓക്കെ. അയ്യോ എന്താ അപ്പം നമ്മൾ ചിക്കൻ വറുത്ത് കോരി അതേ എണ്ണയിലേക്ക് ഒരു 3 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഉപ്പിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഞാൻ എന്താ വീഡിയോയിൽ അമ്മയെ കാണിക്കാത്തതെന്നറിയാം. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുക അത്. കാരണം ഞാൻ വീഡിയോ എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേ അമ്മ എന്നോട് പറഞ്ഞൊരു കണ്ടീഷനാണ് അമ്മയെ കാണിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ അമ്മയ്ക്കത് ഭയങ്കര മടിയുള്ള കാര്യമായതുകൊണ്ട് വെറുതെ അമ്മയെ ബുദ്ധിമുട്ടിക്കണമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അമ്മയെ കാണിക്കാത്തത്. തംബ്നെയിലിൽ അമ്മ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് അമ്മ എന്താ കാണിക്കാത്തതെന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സവാള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്കും ഒരു 1.5 തക്കാളിയോളം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്തു. കുറച്ച് കരിയപ്പലയും കൂടെ ഇട്ട് നല്ലോണം വഴറ്റിങ്ങെടുക്കാം. ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കും. ഇനി അതിൽ പോരാത്ത മുളക് പൊടിയും മല്ലിപ്പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും സ്പൂൺ ഗരം മസാല. ഉപ്പ് നേരത്തെ ചേർത്തല്ലേ? ഇനി ഈ വറുത്ത് വെച്ചാൽ മല്ലിയില ഇടണ്ടേ? ചെറിയ തീയിലിട്ട് മസാല ഉള്ളിൽ പിടിക്കുന്നത് വരെ അടച്ചിട്ട് വേവിച്ചെടുക്കണം അല്ലേ? സമയം ഒന്ന്
നമുക്ക് പുതിനയില ഇടൂലായിരുന്നു. അമ്പടാ, അപ്പം നമ്മുടെ കിടുക്കാച്ചി മസാല റെഡി ആയിട്ടുണ്ട്. ഈ സാധനത്തിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തന്നെ കഴിക്കാൻ. സത്യം പറഞ്ഞാൽ മറ്റേ പാത്രത്തിൽ വേണം ദം ചെയ്യാനല്ലേ? അങ്ങനെയൊന്നുമില്ലല്ലോ. അങ്ങനെയുണ്ടോ? സ്റ്റീലല്ല, അലുമിനിയത്തിലോ? അലുമിനിയത്തിലോ ഈ ചെമ്പിലോ ആണ്. നമ്മളടുത്ത് ചെമ്പിലല്ലേ? മറ്റേ പാത്രങ്ങളാണ്. അമ്മ വരാം. ഇത് നമുക്ക് ദം ചെയ്യുന്ന നോക്കാം. ദം വേണ്ടേ? ചിക്കൻ 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 അയ്യോ നമ്മൾ മാറി എടുക്കട്ടെ. വെയിറ്റ് ചെയ്യടാ. അപ്പോൾ ആദ്യം നെയ്യ് ഒഴിച്ചു, പിന്നെ ചോറിട്ടു, പിന്നെ ചോറിൻ്റെ പുറത്ത് മസാല ഇട്ടു, കുറച്ച് പുതിനയില, മല്ലിയില, പിന്നെ കുറച്ച് ഫ്രൈഡ് ഓണിയൻസ്, കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, വീണ്ടും ചോറ്, മസാല, അങ്ങനെ 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 നമുക്ക് ദം ചെയ്യാനുള്ള പരുവത്തിന് ഇങ്ങനെ ലെയർ ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചാൽ പോരായിരുന്നു. അപ്പം പിന്നെ അത്ര സ്ഥലത്ത് മാത്രമല്ലേ വീടുള്ളൂ. ഇല്ല ഫസ്റ്റിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു. നെയ്യ് ഒഴിച്ചിട്ടാണ് മാവൊന്നും വയ്ക്കണ്ടേ? സൈഡിൽ വെയിറ്റ് ഇട്ടാൽ മതിയാ? മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായി. എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് കള്ളം പറയുന്നതൊന്നുമല്ല, സത്യമായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഥവാ നിങ്ങൾക്ക് ഈ ബിരിയാണിയായിട്ട് കഴിക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ മസാല ചപ്പാത്തിയോ നല്ല ചൂട് പൊറോട്ടയോ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനേ അതിലും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസിൽ അഭിപ്രായം പറയണം. ബിരിയാണി ഇഷ്ടപ്പെട്ടാ? ബിരിയാണി ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ എന്നാ പറഞ്ഞേ? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മല്ലിയില ഏത്? ഇതെന്താണ്? ഇതാണ് കൊല. അയ്യോ വേണ്ട 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 വേണ്ട.
ലേഡി ഫിംഗർ, ലേഡീസ് ഫിംഗർ. What is ഇത് ഹിബിസ്കസ്. this? ഹിബിസ്കസ് ഉണ്ടോ, പൂവുണ്ടോ?